ബഹുമാനപ്പെട്ട നമ്മുടെ മാധ്യമപ്രവർത്തകർക്കും ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലും എൻ്റെ സ്വന്തം പേരിലുമുള്ള ഒരു സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. നമ്മളിന്നിപ്പോ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെയധികം ഗുരുതരമായിട്ടുള്ള നമ്മുടെ കേരള ജനതയെ വരെ തെറ്റിദ്ധരിപ്പിച്ച് മാധ്യമങ്ങളെയും മീഡിയയെയും കോടതിയെയും പോലീസിനെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച ഒരു സംഘടന, ഒരു വ്യാജ സംഘടനയും ഏതാനും ചില നമ്മുടെ ജീമോന്റെ ഏതാനും ചില പഴയകാല സുഹൃത്തുക്കൾ അവരുടെ ഒരു വ്യക്തിവൈരാഗ്യം തീർത്തതെന്ന് പറഞ്ഞാൽ ഒരു കാഴ്ചയില്ലാത്ത പെൺകുട്ടിയെ 17 വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാജ പോക്സോ കേസ് ആരോപണത്തിന്റെ ഇരയാണ് ഈ ഇരിക്കുന്നത്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഓരോ വ്യക്തികളും നമ്മൾ ചിന്തിക്കുക, നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നു എങ്കിൽ. കാഴ്ചയില്ലാത്തൊരു പെൺകുട്ടിയാണ്, കാഴ്ചയില്ലാത്തൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു, മൃഗീയമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ കേൾക്കുന്ന ഒരു അവസ്ഥ. നമ്മളൊക്കെ ജീവിച്ചിരിക്കില്ല, നമ്മൾ ഭൂരിഭാഗം പേരും ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇവരുടെ ഈ സമ്മർദ്ദത്തിൽ ഈ പൊതുപ്രവർത്തകൻ ഇതിനെ അതിജീവിച്ചു. എങ്ങനെയാണ് അതിജീവിച്ചതെന്ന് പറഞ്ഞാൽ പോലീസ് മാധ്യമങ്ങളുടെ എല്ലാം വന്നു, ഫോട്ടോയും വീഡിയോ എല്ലാം വന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്ത് 160 ദിവസം പോക്സോ കേസ് പ്രതിയായിട്ട് ജയിലിൽ കിടക്കുക. ജയിലിൽ കിടന്നിട്ട് നമുക്കറിയാം, പോക്സോ കേസൊക്കെ ആണെങ്കിൽ ഒരു സ്ത്രീ പീഡനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പീഡന കേസ് വളരെ മൃഗീയമായിട്ടാണ് പോലീസ് ഇടപെടുന്നതും ജയിലിൽ പോയി കഴിഞ്ഞാൽ സഹ തടവുകാരും വാർഡന്മാരും എല്ലാവരും ചെയ്യുന്നത്. അവരെ ആരെയും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളായാലും ഒരു കാഴ്ചയില്ലാത്തൊരു മകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കൈയില്ലാത്തവർ കൈ വച്ചുകെട്ടി അടി കൊടുക്കും, അതാണ് സ്വാഭാവികം. പക്ഷേ വളരെയധികം നിരാശജനകത്തോടുകൂടി ഞാൻ പറയുകയാണ്, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള വ്യാജ പോക്സോ കേസുകളും സ്ത്രീധന പീഡനവും ഇല്ലാത്ത വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, മാധ്യമപ്രവർത്തകർക്കാണ് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ കേരളത്തെ, സാക്ഷര കേരളത്തെ എന്തുമാത്രം തരം താഴ്ത്തുന്നു. ഇവിടുത്തെ മലയാളികളായിട്ടുള്ള പുരുഷന്മാർ ഇത്രത്തോളം നീചന്മാരാണ് എന്ന് പൊതുവിൽ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ളവർക്കും കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ വളരെ മോശം അവസ്ഥയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പോക്സോ കേസും സ്ത്രീധന പീഡനവും എന്നൊക്കെ പറഞ്ഞു വരുന്നതിൽ 99% കോടതിയിൽ ശിക്ഷിക്കപ്പെടുന്നില്ല. കാരണം അതെല്ലാം വ്യാജ കേസുകളാണെന്ന് വളരെ അടുത്ത കാലത്ത് തന്നെ അറിയാൻ പറ്റുന്നു. ഈ കേസ് എന്ന് പറഞ്ഞാൽ വിചാരണ കൂടാതെയാണ് അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിക്കണം. വിചാരണ സാധാരണഗതിയിൽ വർഷങ്ങളോളം വിചാരണ കഴിഞ്ഞാണ് ഒരാള് കുറ്റക്കാരനല്ല എന്ന് തെളിയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ 160 ദിവസം ജയിലിൽ കിടന്നു, അദ്ദേഹം ഇറങ്ങി വരുന്നു, ഉടനെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇനി വേറൊരു കാര്യം പറഞ്ഞാൽ, ഓൾ കേരള മെൻസ് അസോസിയേഷൻ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് സ്ത്രീ വിരോധ സംഘടനയാണ്, സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നുവെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഈ കേസിൽ എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത്, വന്ന് കാണുന്നത് ഒരു സ്ത്രീയാണ്. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ എന്നെ വിളിക്കുന്നത്, നമ്മുടെ സംഘടനയുമായിട്ട് ബന്ധപ്പെടുന്നത്. എന്തിനാണ്? അവർക്ക് നീതിക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽപ്പെട്ട ഒരാളിനെ നീതിക്ക് വേണ്ടി വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ കേസിലും വിളിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇങ്ങനെ ഒരു കേസുണ്ട്, ഒരു പോക്സോ കേസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു വ്യാജ പരാതിയാണ് എന്ന് എനിക്ക് മനസ്സിലാകും. എന്നാൽ എന്തുകൊണ്ട് ഈ പോലീസുകാർക്ക് മനസ്സിലാകുന്നില്ല? അത് ഇപ്പോ നമ്മൾ തന്നെ ഈ നമ്മുടെ മെൻസ് അസോസിയേഷൻ ഇടപെട്ട ഒരു കേസ് തന്നെയാണ്. ഈ അടുത്ത് നിങ്ങൾ എല്ലാവരും മറക്കാതിരിക്കുന്ന ഒരു കാര്യമാണ് പന്തീരങ്കാവ് കേസ്. ആ പെൺകുട്ടി, ഇര എന്ന് പറഞ്ഞ പെൺകുട്ടി ലൈവിൽ വന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാവരും വിശ്വസിച്ചു. അതിനു മുന്നേ ഓൾ കേരള മെൻസ് അസോസിയേഷന് വേണ്ടി ഞാൻ പറഞ്ഞു, ആരും വിശ്വസിച്ചില്ല. ഞാൻ ആ കേസിൽ ഇടപെട്ടു. അവരുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിച്ചു, നാട്ടുകാരോട് സംസാരിച്ചു, എല്ലാം. അവിടെ ഒരു സ്ത്രീധനമേ ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരാളും വിശ്വസിച്ചിട്ടില്ല. ഞങ്ങൾ അവിടെ കുറച്ച് പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ പന്തീരങ്കാവിൽ തന്നെ ഒരു സർക്കിളിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടിയിട്ടും എല്ലാം ഒത്തിരി സംസാരിച്ചു, പ്രവർത്തിച്ചു. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ, എൻ്റെ സുഹൃത്ത്, അദ്ദേഹം എന്നോട് ചോദിച്ചത്, ചേട്ടാ നിങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ നാണമില്ലേ എന്നാണ് ചോദിച്ചത്. ഞാൻ അപ്പോൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, വളരെ താമസിയാതെ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞ വ്യക്തി പിന്നീട് ഈ പെൺകുട്ടി ലൈവിൽ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കും തെറ്റുപറ്റിപ്പോയി എന്ന്. അപ്പോൾ എന്തുകൊണ്ട് ഈ സ്ത്രീകൾ ഇങ്ങനെ വ്യാജ പരാതികൾ ഇവിടെ പടച്ചു വിടുന്നു എന്ന് കേട്ടാൽ, ഇവിടെ അതുകൊണ്ട് വിജയിക്കുന്നുണ്ട്. നമ്മുടെ വളക്കൂറുള്ളൊരു മണ്ണാണ് കേരളത്തിൽ എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അപ്പൊ ഇതിന് മാധ്യമപ്രവർത്തകർക്ക് ചെയ്യാൻ പറ്റുമെന്തെങ്കിലും നമ്മുടെ കേരളത്തിലെ ജനതയെ കുറിച്ച്, അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല, അവരെ കുറിച്ച് ഇങ്ങനെ തരം താഴ്ന്ന രീതിയിൽ, നമ്മളൊക്കെ വെറും മനുഷ്യത്വമില്ലാത്തവരാണ് എന്ന് കാണുന്ന രീതിയിൽ പുറത്തു വരുമ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും നാണക്കേടാണ്. ആ നാണക്കേടിന് വേണ്ടി
നമ്മളാരും ഇനി നിന്നു കൊടുക്കരുത്. നല്ല നല്ല വാർത്തകൾ ഇതാ, ഇതുപോലുള്ള വാർത്തകൾ ഇതാ, ആ, ഇര, യഥാർത്ഥ ഇര ഇദ്ദേഹമാണ്. ഈ യഥാർത്ഥ ഇരയെ ഒരിക്കലും ഞാൻ മോളെ നിന്ന് കുറ്റം പറയുന്നില്ല കേട്ടോ. കാഴ്ചയില്ലാത്ത മോൾ അങ്ങനെ ഒരു മൊഴി കൊടുത്തെന്നോ എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ല ചെയ്യുന്നത്. പക്ഷേ ഇവരെയൊക്കെ യൂസ് ചെയ്യുന്ന സാമൂഹ്യ ദ്രോഹികളായിട്ടുള്ള കുറച്ച് പേരുണ്ട്. അവരെ നമ്മൾ കണ്ടെത്തണം, അവരെ ഒറ്റപ്പെടുത്തണം. അവർക്ക് വേണ്ടിയിട്ട് അവരെ നമ്മൾ പോരാടി അവരിൽ നിന്നൊരു വിജയം നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്തി പോലീസുകാരും അന്വേഷിക്കണം. കാര്യം അവരെ അന്വേഷിച്ച് നടപടി എടുത്താൽ ഇന്നത്തെ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്, ഒരു നടപടി, സ്ത്രീ ഒരു പരാതി കൊടുത്താൽ അത് അന്വേഷണം കൂടാതെ അറസ്റ്റ് ഉണ്ടായില്ല എങ്കിൽ അവരെ ഉദ്യോഗസ്ഥർ ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതും മാറണം. അതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഇനി എല്ലാവർക്കും സ്വാതന്ത്ര്യമായിട്ട് ഉദ്യോഗസ്ഥർക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. കോടതികൾ ന്യായം നീതിയും നടപ്പിലാവണം. ഇതുപോലെ തീർച്ചയായിട്ടും നമ്മുടെ നീതിപീഠം കണ്ണു തുറന്നത് കൊണ്ട് മാത്രമാണ് ജീമോൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നും ജയിലിൽ കിടക്കും ആജീവനാന്തം. കാര്യം അത്രത്തോളം ക്രിമിനൽ കുറ്റമാണ്, പോക്സോ കേസാണ്, കാഴ്ചയില്ലാത്തൊരു പെൺകുട്ടിയാണ്. ഓക്കെ, ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനി അതിന്റെ വിശദാംശങ്ങൾ ജീമോൻ കാര്യങ്ങൾ പറയും. കോർട്ട് ഓർഡർ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാവർക്കും അത് ഞങ്ങൾ തരുന്നതായിരിക്കും. മാധ്യമ സുഹൃത്തുക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. സുഹൃത്തുക്കളെ, അധികം സംസാരിക്കാനൊന്നും എനിക്ക് പറ്റാത്തൊരു മാനസികാവസ്ഥയില്ല. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെ മൃഗീയമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട ഒരേഴയാണ് ഞാൻ. 160 ദിവസമാണ് ഒരു ചോദ്യം പറച്ചിലും പോലീസിനെ അറസ്റ്റ് ചെയ്ത് യാതൊരു ചോദ്യം ചോദിക്കാതെ വിയൂർ സബ് ജയിലിൽ റിമാൻഡ് ചെയ്യുകയാണ്. ജാമ്യം പോലും കിട്ടാതെ 160 ദിവസം കിടന്നതിന് ശേഷമാണ് എന്നെ കോടതിയിൽ ഹാജരാക്കുന്നത്. ജഡ്ജിയുടെ മുമ്പിൽ ഞാൻ എൻ്റെ സത്യം പറയുകയും ആ ജാമ്യം പോലും തരാതിരിക്കാൻ വേണ്ടി ഈ എൻ്റെ പൊതുരംഗത്തുണ്ടായ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പൊതുപ്രവർത്തകനാണ്. ഇവിടെ ഒരുപാട് ഒറ്റയാൻ സമരം കാര്യങ്ങളും ഒക്കെ ചെയ്തത് വഴി എനിക്ക് കുറെ ശത്രുക്കൾ ഉണ്ടാകുകയും രാഘൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ മലയാള TV എന്ന ആളുടെ നേതൃത്വത്തിലാണ് ഈ ക്രിമിനൽ ഗൂഢാലോചന നടന്നത്. തെളിവ് സഹിതം നിങ്ങൾക്ക് മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ തരാം. ഇയാള് ഈ പെൺകുട്ടിക്ക് കാശും അതുപോലെ തന്നെ ഒരുപാട് വാഗ്ദാനങ്ങളും നൽകിയാണ് എന്നെ ഈ വ്യാജ പോക്സോ കേസ് അവരെ കൊണ്ട് കൊടുപ്പിച്ച് ഈ മൃഗീയമായ ഒരു ശത്രുക്കളോട് പോലും ഒരാൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ 160 ദിവസം എന്നെ ജയിലിലിട്ടത്. അങ്ങനെ ഞാൻ ജാമ്യത്തിൽ ഇറങ്ങുകയും ഞാൻ MG ശ്രീജിത്ത് എന്ന് പറഞ്ഞ നമ്മുടെ സുപ്രീം കോടതി ഹൈക്കോടതി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സാറിനോട് കാര്യങ്ങൾ മൊത്തം പറയും. അദ്ദേഹം പോക്സോ കോടതിയിൽ, അതായത് പെരുമ്പാവൂരാണ്, അവിടെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയും കോടതിക്ക് എൻ്റെ 100% ഞാൻ നിരപരാധിയാണെന്ന് ബോധ്യമാവുകയും ഇതിലൊക്കെ ഉപരി ഈ പെൺകുട്ടിയുടെ അന്മ തന്നെയാണ് ഈ ഹൈക്കോടതിയിൽ ഈ രാധാകൃഷ്ണനെതിരെ ഇവര് ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും ആണ് ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്തതെന്ന് കരഞ്ഞുകൊണ്ട് ജഡ്ജിയുടെ മുമ്പിൽ കുറ്റമേറ്റ് പറയുകയും കോടതിക്ക് അത് പരിപൂർണ വിശ്വാസമാവുകയും എന്നെ കുറ്റപത്രം പോലും വായിക്കാതെ എന്നെ വെറുതെ വിട്ടുകയും ചെയ്തു. എന്റെ വിലപ്പെട്ട സമയം 160 ദിവസമാണ്. ഈ ജൂലൈ 7-ാം തീയതിയാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. അന്ന് നമ്മുടെ പ്രമുഖ ചാനൽ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള 24 ഉൾപ്പെടെയുള്ള എല്ലാ ചാനലുകളും എന്നെ പോസ്കോ പ്രതിന്ന് ചിത്രീകരിച്ച് വാർത്തകൾ വരികയും സമൂഹ മാധ്യമങ്ങളിൽ ഓൺലൈൻ ചാനലുകളും എല്ലാം എന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എനിക്കുണ്ടായത്. അതിനെ ഞാൻ ധീരമായി ഫൈറ്റ് ചെയ്ത് ഞാൻ നീതി മേടിച്ച ഇതാണ്. 100% നിരപരാധിയാണെന്ന് കണ്ടെത്തി ജഡ്ജിമെന്റ് ആണിത്. ഞാൻ അനുഭവിച്ച പീഡനത്തിന് ഉടനെ തന്നെ 2 മാസം എനിക്ക് ജഡ്ജിമെന്റ് കിട്ടാൻ താമസം എടുത്തു, ഇതിന്റെ കോപ്പി വരാൻ വേണ്ടി. പിന്നീട് DGP അടക്കം, ബഹുമാനപ്പെട്ട കേരള DGP അടക്കം ഉള്ളവർക്ക് എന്നെ കുടുക്കിയവർക്കെതിരെ പ്രതികളെ കണ്ടെത്തി അവർക്കെതിരെ ഞാൻ കേസ് കൊടുത്ത 14 ഇടങ്ങളിൽ കേസ് കൊടുത്ത തെളിവുകളാണിത്, നിങ്ങൾക്ക് പരിശോധിക്കാം. എന്നിട്ട് ഞാൻ ഈ തെളിവുകൾ 1 മാസമായിട്ടും എനിക്ക് അനുകൂലമായ ഒരു നടപടി ഉണ്ടാകാതിരുന്നപ്പോൾ അവരെ അന്വേഷിക്കുന്നെന്നാ പറഞ്ഞ, അവരെ ഒരിക്കലും ഞാൻ കുറ്റം പറയാം. അവർക്ക് അന്വേഷിക്കാൻ 2-3 മാസമൊക്കെ എടുക്കുമായിരിക്കും.
എന്നിട്ട് ഞാൻ അത് ഹൈക്കോടതിയിലും കൂടെ കേസ് ഫയൽ ചെയ്ത് എൻ ജി ശ്രീജിത്ത് സാർ വഴി എന്നെ ഒരു അനിയനായി കണ്ട് അദ്ദേഹം എൻ്റെ ഈ കേസിൽ ഇടപെടുകയും അദ്ദേഹം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ രാഘൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് കഴിഞ്ഞ 3 വർഷമായിട്ട് അപവാദ ന്യൂസ് എനിക്കെതിരെ ചെയ്യുകയും കേരള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും വീണ ജോർജിന്റെയും സുപ്രസിദ്ധ ഗുണ്ടയാണെന്ന് വരെ പറഞ്ഞുകൊണ്ട് എന്നെ അവമാനിപ്പിക്കുകയും ഞാൻ അതിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ സ്വന്തം മോളെ പോലും ഞാൻ പീഡിപ്പിച്ചു, എന്റെ ഭാര്യയുടെ ബിന്ദുവിനെ പോലും പീഡിപ്പിച്ചു. ഞാൻ എന്റെ ഏന്ത്യാർ നാട്ടിലെ ഒരു വ്യാപാരിയുടെ മകനാണ്, സുപ്രസിദ്ധ കുടുംബത്തിൽ പറഞ്ഞ ഒരു വ്യാപാരിയുടെ മോനാണ്. എന്നെ കൂലിപ്പണിക്കാരന്റെ മോനായിട്ട് ഇവിടെ ഇരുന്ന് ഇതേ പ്രസ് ക്ലബിൽ തന്നെ ഇരുന്ന് എനിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. അദ്ദേഹം ഗുണ്ടാലിസ്റ്റിൽ വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം 14 ക്രിമിനൽ കേസിൽ 14 കേസുകളിൽ പെട്ട ആളാണ്, പോലീസിന്റെ നോട്ടപ്പുള്ളിയാണ്. ആ അദ്ദേഹമാണ് ഇവിടെ ഇരുന്ന് എനിക്ക് മാധ്യമ ധർമ്മത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ല, സംസാരിക്കാനൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീട് കയറി ആക്രമണവും കട കയറി ആക്രമണവും സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തലും ഈ കഴിഞ്ഞ ആഴ്ചയിലും എഫ്ഐആർ അയാളുടെ പേരിൽ ഉണ്ടായതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള സാമൂഹിക തൊഴിലുകൾക്കെതിരെ അതിശക്തമായ നടപടി കേരള പോലീസ് കൈക്കൊണ്ട് എനിക്ക് നീതി തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഇത് വലിയൊരു വാർത്തയാക്കി സമൂഹത്തിൽ ജനങ്ങളിൽ എൻ്റെ ഇതുപോലുള്ള ഒരു ഇര ഇനി ഒരിക്കലും ഉണ്ടാകല്ല, സമൂഹത്തിൽ ഉണ്ടാകല്ല എന്ന് എനിക്ക് കാരണം ഞാൻ അനുഭവിച്ച വേദന അത്രമാത്രമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം പരിപൂർണമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇതൊരു നല്ലൊരു വാർത്തയാക്കി പുറം ലോകത്ത് എന്റെ നിരപരാധിത്വം തെളിയിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഒരു ജെനുവിൻ കേസാണ് എന്ന് മനസ്സിലാകുകയും ചെയ്തു. അതിൽ പറയാനുള്ള കാര്യം ഇവരെല്ലാം പറഞ്ഞാണ്. അതിലൊരു സാധാരണ മനുഷ്യന്റെ നിലയിൽ, ഒരു പുരുഷന്റെ നിലയിൽ ഒരു പോയിന്റ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇവർക്ക് ഈ നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ സമയം, ഇവർക്ക് ലഭിച്ച അപമാനം, ഇവരുടെ വീട്ടുകാരെ ലഭിച്ച ദുഃഖം, ഇത്തരം കാര്യങ്ങളൊന്നും ആരും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിലിരിക്കുന്ന പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരടക്കം എനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണമുണ്ട്. ശബരിമല കേസിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലാണ് വന്നത്. മീഡിയക്കാരിൽ എന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സന്തോഷം. അപ്പൊ എന്താ ആരോപണം എന്ന് കേൾക്കുമ്പോഴാണ് എന്റെ രസം. എന്റെ സുഹൃത്തിനോട് വേറൊരാൾ പറഞ്ഞു എന്ന് ഫേസ്ബുക്കിൽ ഒരാൾ പേരില്ലാതെ, ഇതാണ് സംഭവിച്ചത്. അതായത് വ്യക്തി പറഞ്ഞു എന്നല്ല, ഈ വ്യക്തിയുടെ സുഹൃത്തിനോട് ഒരാൾ പറഞ്ഞു എന്ന് വേറൊരാൾ ഫേസ്ബുക്കിൽ പേരില്ലാതെ. അപ്പൊ എന്താ പറ്റുക? എന്റെ വൈഫുണ്ട്, വൈഫിന്റെ വീട്ടുകാരുണ്ട്, കുട്ടിയുണ്ട്, ഇവർക്കെല്ലാം ഉണ്ടാകുന്ന നാണക്കേട് എന്താ? അപ്പൊ പെട്ടെന്ന് എല്ലാവരും ഈസി ആയിട്ട് രാഹുൽ ഈശ്വർ മീറ്റു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേസ്, ഇത് ആർക്കെതിരെയും വരാമെന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം സാധാരണ കോടതിയിലൊക്കെ ഇരിക്കുന്നവര് ആദ്യം കാണുമ്പോൾ ഈ വനിതാപക്ഷമാണെന്ന് കാണിക്കാൻ കൈയടിക്ക് വേണ്ടി ചെയ്യും. പക്ഷെ നമ്മുടെ സാക്ഷാൽ ചീഫ് ജസ്റ്റിസിന് ഈ കേസ് വന്നപ്പോൾ പുള്ളി എന്താ ചെയ്തത്? അദ്ദേഹം പറയുകയുണ്ടായി, എന്റെ ജീവിതത്തിൽ ഞാൻ മിഡിൽ ക്ലാസ്സുകാരനാണ്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയ രഞ്ജൻ ഗൊഗോയിയാണ് പറയുന്നത്, എന്റെ ജീവിതത്തിൽ ഞാൻ ഇതൊരു അഭിമാനം മാത്രമേ സമ്പാദിച്ചിട്ടുള്ളൂ, ആ അഭിമാനം കൂടി ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പുള്ളി ആ കേസ് സ്വന്തമായിട്ട് എടുത്ത് കേട്ടു. അത് ശരിയല്ല എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ സ്വന്തമായിട്ട് പൊള്ളുമ്പോഴേ ആ വിഷയം അറിയൂ. ഇതേപോലെ 1-2 ഞാൻ തന്നെ ഇടപെട്ട ഈ സിനിമാ മേഖലയിലെ വലിയ ആൾക്കാർ, ആരുടെയും പേര് പറയുന്നില്ല, സിനിമാ മേഖലയിലെ വലിയ ആൾക്കാരുടെ കേസ്, അല്ലെങ്കിൽ ഈ അടുത്തിടയ്ക്ക് ഒരു പ്രമുഖ ഡയറക്ടർക്കെതിരെ ഇതേപോലൊരു കേസ് വരികയുണ്ട്. അപ്പം ഈ പോക്സോ കേസാകട്ടെ, പീഡന കേസാകട്ടെ, ഈസിയായി ആർക്കും ആരേക്കും പണി കൊടുക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരും. ഇതൊന്നും അവിടെയാണ് സ്നേഹത്തിനെ പോകുന്നവരുടെയും ഇത്തരം സംഘടനകളുടെയും പ്രസക്തി. ഇത് കാണുന്ന പുരുഷൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടും. നമുക്കൊരു ചമ്മലും മടിയായി. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, എന്റെ മുത്തശ്ശിയൊക്കെ എന്നെ ഡിഫെൻഡ് ചെയ്യാൻ വരുന്നത്. എന്റെ മുത്തശ്ശി 80 വയസ്സാണ് പ്രായം. അപ്പൊ എനിക്ക് മുത്തശ്ശിയോട് ചെന്ന് പറയാനൊരു മടി. അതായത് എന്റെ വീട്ടിൽ അമ്മയും മുത്തശ്ശിയെല്ലാം താമസിക്കുന്ന വീട്ടിലാണ് ഒരാൾ ആരോപണം ഉന്നയിക്കുന്നത്, ഇയാള് എന്നെ എവിടെ കൊണ്ടുപോയി എന്തോ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പം എനിക്ക് എങ്ങനെയാണ് ഇത്രയും പ്രായമായ സ്വന്തം മുത്തശ്ശിയോടോ അമ്മയോടോ പോയി പറയാൻ കഴിയില്ല. പക്ഷെ അവര് തിരിച്ചറിഞ്ഞ അമ്മയും മുത്തശ്ശി എന്റെ വൈഫും വന്ന് എന്നെ സപ്പോർട്ട് ചെയ്തു. കാര്യം ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പേരുള്ളതാണ്. അപ്പൊ ഒരുപാട് പേരുള്ള ഈ വീട്ടിലേക്ക് ഈ വ്യക്തിയെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് വന്നു എന്ന് കള്ളം പറയാൻ എളുപ്പമല്ലേ? സ്വന്തം പേര് പോലും അല്ല. അപ്പം മാധ്യമങ്ങളോടുമുള്ള, പ്രത്യേകിച്ച് ഓൺലൈൻ ബാക്കി മാധ്യമങ്ങളോടും, മെയിൻ മുഖ്യധാര ഓൺലൈൻ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും റിക്വസ്റ്റ്, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആണിനെ തേജോവധം ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഇപ്പൊ ആ സജഷൻ പറഞ്ഞു തരില്ല. ഞങ്ങൾ ലോക്സഭയിലടക്കം ഈ വിഷയം ഉന്നയിച്ചു ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. ഒറ്റ റിക്വസ്റ്റ് ആണ് അതിൽ പറയാൻ കഴിയുന്നത്. ഇപ്പം അതിജീവിതയുടെയോ അല്ലെങ്കിൽ ഈ ഇരയുടെയോ പേര് പറയാറില്ല. ഇതേപോലെ ആരോപണ വിധേയനായ വ്യക്തി കോടതി കുറ്റക്കാരനാണെന്ന് കാണുന്നത് വരെ അയാളുടെ പേരും പറയും. കോടതി ഇയാളെ ശിക്ഷിച്ചു എന്നിരിക്കട്ടെ, എന്നാ പേര് പറയുന്നത് കുഴപ്പമില്ല. കോടതി ഇയാളെ കുറ്റക്കാരനാണെന്ന് ശിക്ഷിക്കുന്നത് വരെയെങ്കിലും പറയാം. ഇതിപ്പം പോലീസ് കേസ് പോലും കൊടുക്കണ്ട, വെറുതെ വീട്ടിലിരുന്ന് ഫേസ്ബുക്കിലിരുന്ന് ഇന്ന് ദേഷ്യം തീർക്കാനായിട്ട് ഒരാൾ എഴുതിയാൽ അപ്പൊ പ്രശ്നക്കാരായി. അവിടെയാണ് അതിന്റെ പ്രശ്നം. പോലീസ് കേസ് പോലും കൊടുത്ത് റിസ്ക് എടുക്കണ്ട. പോലീസ് കേസ് പോലും കൊടുക്കാതെ വീട്ടിൽ ഇരുന്ന് ഒരാളോട് ദേഷ്യം തീർക്കാൻ ഫേസ്ബുക്ക്. അപ്പൊ ഈ കേസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കാണും. വേറെ 4 പേർ പുള്ളിക്ക് പണി കൊടുക്കാനായിട്ട് ഇയാളെ കൊണ്ട് പറയിച്ചതാണ്.
ഇനി ഈ പറയിക്ക് പോലും വേണ്ട, ഒരു സാധനം കൊണ്ടുപോയിട്ട് എഴുതി ഒപ്പിട്ടിക്ക് തരാൻ പറഞ്ഞാൽ പറ്റുന്നത് ഇവരുടെ ജീവിതത്തെ ബാധിക്കുകയാണ്. ഇവർക്ക് ജോലി കിട്ടുന്നില്ല. പറഞ്ഞു വന്നല്ലേ, ഇതേപോലെ ടെക്നോ പാർക്കിലെ 2 പേർക്കെതിരെ ഇതേപോലെ വ്യാജ ആരോപണം. ഈ കഴിഞ്ഞ മാസം അവിടെ നടക്കാനിരുന്ന പരിപാടി ഇയാളാണ് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് കണ്ട് അത് ടെക്നോ പാർക്ക് ക്യാൻസൽ ചെയ്തു. ഇയാളെ കോടതി കുറ്റവിമുക്തനാക്കി, ഇയാൾക്കെതിരെ നടപടിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ പ്രത്യേക ടെക്നോ പാർക്കിലെ കമ്പനി പറഞ്ഞത് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ പേര് അടിച്ചു നോക്കുമ്പോൾ ഈ കേസാണ് വരുന്നതെന്നാണ്. ഒരു സാധാരണക്കാരന്റെ പേര് ന്യൂസിലൊന്നും വേറെ ഏത് രീതി വരാനാണ്. അപ്പൊ നിങ്ങളെ അടിച്ചു നോക്കുമ്പോൾ ഗൂഗിളിലെ ആദ്യ 10 റിസൾട്ട് അടിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ പേര് ഒരു പ്രത്യേക കേസ്, അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു കേസാണ്, ഇതിൽ നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞു, അയാളെ വെറുതെ വിട്ടു. അത് ആരും റിപ്പോർട്ട് ചെയ്യാറില്ല, അത് ആരുടെയും കുറ്റമല്ല. അപ്പൊ ഇത് വർഷങ്ങളോളം ഒരാൾക്ക് ദുരിതം ഉണ്ടാക്കും. അപ്പം ഓൾറെഡി ഈ പോയിന്റുകളെല്ലാം പറഞ്ഞു കാണും. ഇതേപോലെ KVയിലെ ഒരു ടീച്ചർ റാം തിവാരി, അത് നിങ്ങൾ നോക്കിയാൽ 8 വർഷം കോവിഡും കൂടെ ആയതുകൊണ്ടാണ് പുള്ളി 8 വർഷം 7.25 വർഷം ടു ബി പ്രിസൈസ് ജയിലിൽ കിടന്നു. 12ാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അത് അലസിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. 7 വർഷം കഴിഞ്ഞ് കോടതി കണ്ടെത്തി, 7.25 വർഷം കഴിഞ്ഞാണ് വിട്ടത്, കണ്ടെത്തി അങ്ങനെ ഒരു റേപ്പ് നടന്നിട്ടില്ല, കുട്ടി പ്രഗ്നന്റ് ആയിട്ടില്ല, കുട്ടിക്ക് അങ്ങനെ ഒരു അബോർഷനും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഫിസിക്കൽ എവിഡൻസ് ആണ്. പക്ഷേ കോടതി ആദ്യം ഈ കേസിൽ എന്ത് പറയുന്നറിയോ, കൂടുതൽ ഡീറ്റെയിൽസ് തരട്ടെ, പരിഗണിക്കട്ടെ, കുറച്ചു കാലം ജീവിക്കണം, ഇയാൾ വീണ്ടും കിടക്കും. കുറച്ചു കാലം കഴിഞ്ഞ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്ത് പറയും, സാർ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കോടതി പറയാൻ അവിടെ കിടക്കട്ടെ, സീരിയസ് കേസാണ്, ഗ്രേവ് അലിഗേഷൻസ് ഇയാൾക്കെതിരെ ഉണ്ട്. ഇങ്ങനെ പോയി അത് കോവിഡും കൂടെ ആയണ്ട, ഇല്ലെങ്കിൽ ചിലപ്പോൾ 2-3 വർഷം കിടക്കുള്ളൂ. എത്ര പേരുടെ ജീവിതം ഇരിക്കുന്നു നശിക്കുന്നു എന്ന്. അപ്പം എനിക്ക് സമയം ഒരുപാട് നിങ്ങളുടെ എടുത്തു അറിയാം, ക്ഷമ ചോദിച്ചുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ, വനിതാപക്ഷമാകണം നിയമങ്ങൾ, പക്ഷെ പുരുഷ വിരോധമാണ്. സ്ത്രീപക്ഷ നിയമങ്ങളിൽ പ്രശ്നമല്ല, പക്ഷെ പുരുഷന് പണി കൊടുക്കാനായിട്ട് ഉള്ള രീതിയായിരുന്നു. അതുകൊണ്ടാണ് ഈ രംഗത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന നാഷണൽ ലെവലിൽ ഇവരുടെ സ്ത്രീകളാണ്. ഭരദ്വാജ് എന്നൊക്കെ പറയുന്ന സ്ത്രീകൾ, അവരുടെ പേര് ഭരദ്വാജ് ഉണ്ട്, പിന്നെ ബർഖ ട്രീഹാൻ ഉണ്ട്. ഇവരുടെ എല്ലാ സഹോദരങ്ങൾക്കും മറ്റും ഈ പ്രശ്നം പറ്റുമ്പോഴാണ് അവർക്ക് കൊള്ളുന്നത്. അപ്പോ ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ, നമ്മുടെ സുഹൃത്ത് ജയിലകലെ ഒരു വ്യാജ പരാതിയിൽ മാത്രമാണ്. അതായത് ജയിലകലത്തിൽ ഒരു വ്യാജ പരാതിയിലാണ് നമ്മൾ എല്ലാം. ആ വ്യാജ പരാതികളെ എൻകറേജ് ചെയ്യാതിരിക്കാൻ, ജയിലിനകത്തേക്ക് ഇവരെ നമ്മളെ അടക്കം പിടിച്ചിടാതിരിക്കാൻ ഇതിനൊരു ഡിഫൻസ് വേണം, പ്രതിരോധം വേണം. ആ പ്രതിരോധം കോടതി കുറ്റക്കാരനാണെന്ന് പറയുന്നത് വരെയോ, ഈ അന്വേഷണത്തിന് എന്തെങ്കിലും സാങ്ക്ടിറ്റി ഉണ്ടാകുന്നത് വരെയോ ഇയാളെ കുറ്റാരോപിതനാക്കാതിരിക്കുക, കുറ്റവാളിയായി ട്രീറ്റ് ചെയ്യാതിരിക്കുക, നാച്ചുറൽ ജസ്റ്റിസ് കൊടുക്കുക. ഇല്ലെങ്കിൽ നാളെ നമുക്ക് ഏതൊരു വ്യക്തിക്കും, നമ്മുടെ അച്ഛന്, ആ സഹോദരന്, നമ്മുടെ സുഹൃത്തിന്, നമ്മുടെ മകന് ഈ ദുര്യോഗം വരാം. ഇങ്ങനെ വന്ന ഒരുപാട് പേരെ വ്യക്തിപരമായി അറിയുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഞങ്ങളെങ്കിൽ ഒരുപാട് പേരോട് സംസാരിച്ചു. ആ ദുര്യോഗത്തിലേക്ക് നമുക്ക് പോകാതാകട്ടെ. ഇത് കോടതിയുള്ളവരെ ബാധിക്കാം, മാധ്യമങ്ങളിലുള്ളവരെ ബാധിക്കാം. വെറും ഒരു ആരോപണത്തിന്റെ പേരിൽ എന്തുവാകാം. ഇപ്പം ആരെയും കുറ്റമല്ല, കണ്ണ് വെച്ച് ലൈംഗിക ചേഷ്ട കാണിച്ചു, ഭയങ്കര ബുദ്ധിമുട്ടാണ് ലൈംഗിക ചേഷ്ട കാണിച്ചു തെളിയിക്കാൻ. അപ്പൊ ഇവരെ അതിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ടാർഗറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ആകരുത്. ഇപ്പം ചേതൻ ഭഗത്തിനെ പോലെ ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭരായ എഴുത്തുകാർക്കെതിരെ പോലും ലൈംഗിക ചുവയോടുകൂടി അയാൾ ഇത് കാണിച്ചു. ഇത് ഇല്ലെന്ന് തെളിയിക്കാൻ ചേതൻ ഭഗത്ത് വർഷങ്ങൾ എടുത്തു. പക്ഷെ അയാൾക്ക് കിട്ടുന്ന ബുക്ക്, ബ്രാൻഡ്, ഈ സാധനങ്ങളെല്ലാം അഫക്റ്റ് ആകുക. അതുകൊണ്ട് നമ്മുടെ സഹോദരൻ, അച്ഛൻ, മകൻ, സുഹൃത്ത് അടക്കം ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ജയിലിൽ നിന്ന്. അത് നമ്മൾ മറക്കാതിരിക്കുക. ഈ വിഷയത്തെ സീരിയസ് ആയിട്ട് എടുക്കുക, സ്ത്രീകളുടെ കൂടെ നിൽക്കുക, വനിതാപക്ഷത്ത് നിൽക്കുക. എന്നാൽ പുരുഷ വിരോധമാകാതെ, പുരുഷന്റെ വിദ്വേഷമാകാതെ, പുരുഷൻ എന്നും തെറ്റുകാരനാണ്, പുരുഷ വിരോധമാകാത്ത നിയമവ്യാഖ്യാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ. അതിന് മാധ്യമങ്ങളുടെ വലിയൊരു പിന്തുണ ആവശ്യമാണ്. അല്ല, ഇതൊരു സോഷ്യൽ കേസ് കൂടിയാണ്. പലപ്പോഴും പുരുഷന്റെ കേസായതുകൊണ്ട് ഇതിന് ശ്രദ്ധ കിട്ടുന്നില്ല. നിങ്ങൾ ഒന്നിറങ്ങി അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ചിലരുടെയൊക്കെ പേര് പറയാൻ ഇപ്പോഴും ഒരാ ട്രോമയിൽ നിൽക്കുന്നവരാണ്. അതായത് ഇപ്പൊ ലൈവായിട്ട് എക്സാമ്പിൾ പറയാം, ഞാൻ ഈ ടെക്നോ പാർക്ക് അതായത് എന്റെ കൂടെ ഒരു ഹെൽത്ത് ക്രൈം ആയിരുന്നു, അത്യാവശ്യം അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇദ്ദേഹവും ഒരു കുട്ടിയും തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു, ഫിസിക്കൽ റിലേഷൻഷിപ്പ് അടക്കം ഉണ്ടായിരുന്നു. ഈ കുട്ടിയും ഇദ്ദേഹം തമ്മിൽ തെറ്റി. അപ്പൊ ആ പെൺകുട്ടി കൊണ്ട് കോടതിയിൽ പോലീസിന് പരാതി കൊടുത്തു, ഇവനെ റേപ്പ് ചെയ്തു പരാതി കൊടുത്തു. പയ്യൻ അറസ്റ്റിലായി, 2 ആഴ്ച ജയിലിൽ കിടന്നു. അതിനുശേഷം കേസ് വ്യാജമാണെന്ന് പോലീസിന് മനസ്സിലായി, കൺസെന്റ് മനസ്സിലായി, വാട്സപ്പിന്റെ സാധനങ്ങൾ മനസ്സിലായി. ഇതെല്ലാം കൊണ്ട് അവനെ കോടതി അവസാനം യാതൊരു പ്രശ്നവുമില്ലാതെ വെറുതെ വിട്ടു. ടെക്നോ പാർക്കിൽ ഒരു പരിപാടി വരും. അപ്പം ടെക്നോ പാർക്കിലെ ഒരാൾ ഇവന്റെ പേര് സെർച്ച് ചെയ്ത് നോക്കി, അത്യാവശ്യം അറിയപ്പെടുന്ന ഒരുത്തനാണ്. വന്ന ന്യൂസ് മുഴുവൻ പോലീസ് അറസ്റ്റ് ചെയ്തു, ഇവൻ മുഖം ഇങ്ങനെ താത്തി നിൽക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മുടെ ആൾക്കാർ കൊടുക്കും. അപ്പൊ അങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ ഘടിപ്പിച്ചു കൊടുക്കും. നമ്മുടെ വിജയബ അല്ലെങ്കിൽ ഒരു കേസ് വന്നപ്പോ ഏതോ സിനിമയിൽ പുള്ളി വില്ലനായി നിൽക്കുന്ന പിക്ചറാണ് ഫുൾ. അത് കണ്ടാൽ ഇപ്പൊ ഇയാൾ റേപ്പ് ചെയ്യാൻ നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. ഇയാൾക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതാ. അവര് പരസ്പര സമ്മതത്തോടു കൂടി ഏതെങ്കിലും സെക്ഷൽ ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു ചോദ്യമാണ്. അത് വേണോ വേണ്ടതൊക്കെ അവർക്ക് തീരുമാനിക്കാം. പക്ഷെ അത് കഴിഞ്ഞ് ഇയാൾ കുറ്റക്കാരനാകുകയും ഇയാൾ മാത്രം ജീവിതത്തിൽ പ്രശ്നമാകുകയും ചെയ്യുന്നത് വലിയൊരു ഇഷ്യൂ അല്ലേ. അതായത് ഇന്നത്തെ കാലത്ത് പഴയ പോലെയല്ല, പലരും 18 വയസ്സിന് മേലുള്ളവരോ അല്ലെങ്കിൽ
അല്ലാത്തവരോ കൺസെന്റ് അടക്കമുള്ള കാര്യങ്ങളിൽ പരസ്പര ഉഭയകക്ഷി സമ്മതപ്രകാരം പോകുന്നുണ്ട്. അപ്പോ ഇതിന് കുറച്ചു നാളം കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് ദേഷ്യമാവും. എന്നിട്ട് അല്ലെങ്കിൽ ഈ അടുത്തിടയ്ക്ക്, ഞാൻ പേര് പറയേണ്ട ശരി, നിങ്ങൾക്ക് അറിയാം, ഇതൊരു ഡയറക്ടർ, വളരെ അറിയപ്പെടുന്ന സിനിമകൾ എടുത്തൊരു ഡയറക്ടർ ഒരു 3 ആഴ്ചയോ 4 ആഴ്ചയോ മുമ്പ് അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് യാതൊരു അറസ്റ്റും ഇല്ലാതെ അദ്ദേഹത്തിന് ജാമ്യവും മറ്റും ലഭിക്കുകയുണ്ടായി. എന്താ വെറുതെ ഈ കുട്ടിക്ക് ഏതെങ്കിലും സിനിമയിൽ അവസരം കൊടുത്തു കാണില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ കാര്യത്തിൽ തെറ്റും. ഇനി അതുപോലെ വേറൊരു വലിയ കാര്യമാണ് ഈ വർഷങ്ങളോളം പീഡിപ്പിച്ചു. 7 വർഷം ഒരാളെ പീഡിപ്പിച്ചു. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, എങ്ങനെയാണ് ഒരാളെ 7 വർഷം പീഡിപ്പിക്കാൻ പറ്റുക? 7 വർഷം ഒരാളുമായിട്ട് ബന്ധം ഉണ്ടാകാം, പക്ഷെ 7 വർഷം എങ്ങനെയാണ് ഒരാളെ പീഡിപ്പിക്കാൻ പറ്റുക? അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഇതാണ് ഇത്. എനിക്ക് തോന്നുന്നു ടോവിനെയാണെന്ന് തോന്നുന്നു, ടോവിനെയും നമ്മുടെ ഐശ്വര്യയും കൂടെ ആ സിനിമയിൽ പറയുന്നത് പോലെ, അതായത് ഈ പെൺകുട്ടി പറയുകയാണ്, അതായത് ഈ സെക്സ് റിലേഷൻഷിപ്പ് അല്ല, സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് ഫോർ മാരേജ് എന്ന് പറഞ്ഞാൽ അത് പുരോഗമനവാദമാണ്. അത് ടോവിന് പറഞ്ഞാൽ ടോവിനും അകത്താണ്. അതായത് അത് ഐശ്വര്യ എന്ന് പറയുന്ന ആ സിനിമയിലെ ക്യാരക്ടർ, സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് ഫോർ മാരേജ് എന്ന് പറഞ്ഞാൽ പുരോഗമനം, നവോത്ഥാനം, നിങ്ങൾ മുമ്പോട്ട് പോകുന്നു, അത് പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യമാണ്. ഇത് തന്നെ പയ്യൻ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പയ്യൻ ഇതേപോലെ പറയുകയാണെങ്കിൽ പയ്യനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പാണ്. അതാണ് അതിന്റെ ഗ്രാവിറ്റി. ഒന്നിന് പ്രശംസ, സെയിം കാര്യം രണ്ടുപേർ ചെയ്യുന്നതിന് ഒന്നിന് പ്രശംസയും മറ്റൊന്നിന് ജയിലും കൊടുക്കാനുള്ള അവസരമാണ്. പിന്നെ ഈസിയാണ് ഇത് പറയാൻ. അതായത് നിങ്ങൾ അതിന്റെ ഒരു നേച്ചർ, ഞാൻ പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് കൂടെയാണ്, ഞാൻ കഴിഞ്ഞ വർഷം അഡ്വക്കേറ്റ് ആണ് എൻറോൾ ചെയ്തു, പ്രത്യേകിച്ച് ഈ ലീഗൽ കാര്യങ്ങളിൽ ഇടപെട്ടതുകൊണ്ട് അഡ്വക്കേറ്റ് ആണ് ഞാൻ എൻറോൾ ചെയ്തു ഹൈക്കോടതിയിൽ. ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ കോടതിയിൽ ഒരു വാദം ചെന്ന് പറയാം, സാർ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. അപ്പൊ കോടതിക്ക് പറയാൻ കഴിയുന്ന ഏക കാര്യം, പ്രത്യേകിച്ച് പബ്ലിക് പ്രഷറും കൂടെ ഉള്ളതുകൊണ്ട്, എന്നാൽ കുറച്ച് നേരം ജയിലിൽ കിടക്കട്ടെ, നമുക്ക് ഇതിന്റെ കേസ് ബാക്കിയാണ്. പക്ഷെ ഇവൻ ജയിലിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇവന്റെ ശമ്പളം, ഇവൻ എന്തായാലും അവിടെ ജോലി പോകും, ഇവന്റെ ശമ്പളം പോകും, ഇവന് തിരിച്ചു തന്നാൽ പെട്ടെന്ന് ജോലി കിട്ടാൻ പാടില്ല, ഇവനുണ്ടാകുന്ന മാനസികാഘാതം, ഇവന്റെ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന നാണക്കേട്, ഇവന്റെ മക്കളുണ്ടെങ്കിൽ മക്കൾ സ്കൂളിൽ പോകുന്നതിന്റെ പ്രശ്നം, ഇതെല്ലാവരും പ്രോമിനന്റ് ആയി ഫോട്ടോ അടക്കം കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് ഇവൻ നിരപരാധിയാണെന്ന് കണ്ട ഒരു വാർത്ത പോലും കൊടുക്കില്ല. അതിനൊരു ന്യൂസ് വാല്യൂ ഇല്ല. മീഡിയക്കാരുടെ പ്രശ്നമല്ല, അതിനൊരു ന്യൂസ് വാല്യൂ ഇല്ല. അപ്പൊ അവിടെയാണ് എനിക്ക് തോന്നുന്നു എഴുത്തിനെ പോലുള്ളവരത് ഹൈലൈറ്റ് ചെയ്യപ്പെടണം. ഇതിനർത്ഥം സ്ത്രീകൾ കൊടുക്കുന്ന പരാതി എല്ലാം വ്യാജമൊന്നും അല്ല. പക്ഷെ അത് മിസ്യൂസ് ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ സ്ത്രീവിരുദ്ധമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. ഇൻ ഇഫക്ട് നാളെ ജെനുവിൻ പരാതി വരുമ്പോൾ, ഇൻ ഇഫക്ട് നാളെ ഏതെങ്കിലും സീരിയസ് ഒഫൻസ് വരുമ്പോൾ ഇതെല്ലാം ഇങ്ങനെയാണെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇടയുണ്ടാകും. അവിടെയാണ് ഇത് വളരെ സെൻസിറ്റീവായ ഒരു ബാലൻസ് ആണ്. ജെനുവിനായ പരാതികളെ സപ്പോർട്ട് ചെയ്യണം, എന്നാൽ മനഃപൂർവ്വം ദ്രോഹിക്കാനും പണി കൊടുക്കാനും പേടിപ്പിക്കാനും, അതായത് ഇങ്ങനെ ഒരു കേസ് വന്നാൽ പലരും തകരുമെന്നറിയാം, അതുകൊണ്ട് വെറുതെ അങ്ങനെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നവരുണ്ട്. നിനക്കെതിരെ ഞാൻ പീഡന പരാതി കൊടുക്കും. പോക്സോ കൊടുത്തോളം ഏറ്റവും ഈസി, അതായത് ആരാണെന്ന് പോലും അറിയുന്നില്ല, പിന്നീട് ഇവരുടെ പേര് പോലും പറയാൻ കഴിയില്ല. ഇനി ചില ആൾക്കാർ അവരെ വെച്ച് മിസ്യൂസ് ചെയ്യുന്നു. ഇപ്പൊ മാധ്യമങ്ങൾ അതിനൊരു ജാഗ്രത വേണം. കാര്യം നമ്മുടെ എല്ലാ വീട്ടിലും ഇതേപോലെ ആളുകളും, അതായത് ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക, പേടിക്കുന്നില്ല. പണ്ട് ചോദിച്ചിരുന്ന നിന്റെ വീട്ടില് അമ്മയും പെങ്ങന്മാരും ഇല്ലേന്നാണ്. അങ്ങനെ ഒരു പ്രയോഗം നമ്മുടെ പല സിനിമകളിലും ഉണ്ട്. അതായത് ഈ വില്ലന്മാരോട് നായികമാർ ചോദിക്കും, നിനക്കൊന്നും നിന്റെ വീട്ടിലൊന്നും അമ്മയും പെങ്ങന്മാരും ഇല്ലേ? ഇന്ന് ചോദിക്കേണ്ടി വരുന്നത് നിനക്കൊന്നും അച്ഛനും അമ്മമാരും ഇല്ലെന്നാണ്. അപ്പൊ അവരുടെയും കൂടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനൊരു അവസരം ഉണ്ടാകട്ടെ. നമുക്കും അച്ഛനും ആങ്ങളമാരുണ്ട് എന്ന തിരിച്ചറിവിൽ ഇത്തരം തെറ്റായ പരാതി കൊടുക്കുന്നവർ, വ്യാജമായ പരാതി കൊടുക്കുന്നവർ ഓർക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുള്ളത്. നമസ്കാരം മാധ്യമ സുഹൃത്തുക്കൾക്ക്. ഈ വിഷയം എനിക്ക് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ശരിക്കും പഠിച്ചിട്ട് ജഡ്ജ്മെന്റ് എല്ലാം തന്നെ പരിശോധിച്ചു, അനുബന്ധമായ എല്ലാ തെളിവുകളും ശേഖരിക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ വാസ്തവം പറഞ്ഞാൽ ഒരു സ്ട്രോങ് റൈറ്റ്സ് വയലേഷൻ, ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് നമ്മുടെ ഈ ഇദ്ദേഹം അനുഭവിച്ചത് എന്നുള്ളത് എനിക്ക് വ്യക്തമാവുകയും അതിനെ തുടർന്ന് ഇങ്ങനെ അന്തസ്സോടെ ജീവിക്കുവാനും ഉള്ള അവകാശവും ആത്മാഭിമാനത്തോടെയും ജീവിക്കാനുള്ള അവകാശം പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു യുവാവാണ് ശ്രീ ജി മോൻ കൽപ്പുരക്കൽ എന്നുള്ള ആ ഒരു ഇത് വച്ചിട്ട് ഞാൻ എൻ്റെതായ ലെവലിൽ, ഞാൻ ദേശീയ മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ഇന്ത്യ, അതിന്റെ കേരള സ്റ്റേറ്റ് ലീഗൽ സെക്രട്ടറിയാണ്. ഞാൻ ഒത്തിരി വിഷയങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ 15 വർഷത്തോളം വിവിധ അംഗീകാരങ്ങൾ നേടിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് എന്നെ സമീപിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, അദ്ദേഹം ആത്മഹത്യ ചെയ്യാതെ സാറിന് വരുമ്പോൾ സാറ് ഒന്ന് സഹായിച്ചു കൊടുത്താൽ മാത്രം മതി, അത്രമാത്രം എനിക്കിനി ജീവിച്ചിട്ട് കാര്യമില്ല, എന്റെ മോൻ ഏത് സമയം ആത്മഹത്യ ചെയ്യും, അത് ട്രെയിനിന്റെ മുമ്പിലോ അല്ലെങ്കിൽ വിഷം കഴിച്ചോ ആണ് സാറേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരിക്കൽ പറയുകയുണ്ടായി. ഞാനും അദ്ദേഹത്തെ പോലെ ഒരു മകനാണ്, എനിക്ക് 3 സഹോദരിമാരുണ്ട്, അദ്ദേഹത്തിന് അതുപോലെ 3 സഹോദരിമാരുള്ളതാണ്. കുടുംബത്തിൽ നാണം കെട്ടു, പൊതുജന സമക്ഷം നാണം കെട്ടു. ഇനി ഞാൻ ജീവിച്ചിരിക്കുന്ന എന്തിനു സാറേ, സാറിന് എനിക്കൊരു ഉപകാരവും ചെയ്യാൻ വേണ്ട, അത്രമാത്രം ചെയ്തിട്ടും ഫലമില്ല. ഭരണ സർക്കാരുകളുടെ ഉദ്യോഗസ്ഥന്മാരും കൂടി ചേർന്ന ഈ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. ഇനി അത് നീതി തേടി പോയി കഴിഞ്ഞാൽ വീണ്ടും ശത്രുവാക്കപ്പെടും, സാർ എന്നെ സഹായിക്കേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെയില്ല. ഞാൻ എന്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട്
സഹജീവികളായ വ്യക്തികളോട് കാരുണ്യം കാണിക്കണമെന്നുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സോടുള്ള ജീവിക്കാനുള്ള 19 മുതൽ 21 അനുച്ഛേദം അതിപ്രാധാന്യം ഉള്ളതാണ്. അതനുസരിച്ചാണ് ഞാൻ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇത് എന്റെയും കൂടി വിഷയമായിട്ട് കണക്കിലെടുത്തുകൊണ്ട് സമൂഹത്തിൽ ഞാൻ അദ്ദേഹത്തിന് പഴയ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുത്തു കൊടുക്കണം എന്നുള്ള ചിന്താധാരയിൽ ഒരു സീനിയർ സിറ്റിസൺ കൂടിയാണ് ഞാൻ. അപ്പോ ആ രീതിയിൽ ഞാൻ ഇടയ്ക്ക് ആക്സിഡന്റ് ആയി കിടന്നപ്പോൾ പോലും ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട് എല്ലാവിധ തെളിവുകളും ശേഖരിച്ചുകൊണ്ടും ഈ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ രഹസ്യ അന്വേഷണ നിരീക്ഷണം നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട കോടതി കുറ്റപത്രം പോലും വായിക്കാതെ ഇദ്ദേഹത്തിന് വിടുകയും ദിനേശൻ പിള്ള എന്ന ജഡ്ജി, എനിക്ക് ഒരുപാട് ജഡ്ജിമാരുമായിട്ട് ആ രീതിയിൽ പോലും ഞാൻ അന്വേഷണം നടത്തിയപ്പോൾ 100% വിമുക്തനായ അദ്ദേഹമാണ്. ഒരിക്കലും ഇങ്ങനൊരു പോക്സോ കേസ് പ്രതിയെ ഇന്ത്യയിൽ ഒരിടത്തും വെറുതെ വിട്ടിട്ടില്ല. അത്രമാത്രം വളരെ ദയനീയമായ രീതിയിൽ ബഹുമാനപ്പെട്ട കോടതിക്ക് പോലും വേദന തോന്നിക്കൊണ്ട് വെറുതെ വിട്ട ഒരു കേസിലെ കക്ഷിയാണ്. അത് ആ തീവ്രത ആത്മാർത്ഥമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് ഞാൻ ഈ രീതിയിലുള്ള സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളായ സഹോദരി സഹോദരന്മാരോട് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.